ഹലോ ഗൈസ്, എൻ്റെ പേര് അഭിഷ. നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ, അതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. വലിയ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് എൻ്റെ ലൈഫ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാണ് സംഭവം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ നല്ല ഭംഗിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ വാത്തോരാതെ സംസാരിക്കാൻ അറിയാം. പക്ഷെ എന്നാലും കുറച്ച് പണിയാണ് അതൊക്കെ. അന്നിപ്പം ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ ഫേസിലേക്ക് ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഇതിപ്പോൾ. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോവാം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് വഴിയെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അബി എന്ന് വിളിക്കാം. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ പാക്കിംഗ് ആണ്. ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം അതിനുള്ള ഒരു വീടൊട്ടാകെ എടുത്ത് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം അതിൻ്റെ പാക്കിംഗ് പരിപാടികൾ നടക്കുകയാണ്. നാളെയാണ് പോകുന്നത്. ഇനിയും കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്തു. ഇന്നിപ്പം എൻ്റെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ പരിപാടികളാണ് നമുക്ക് ചെയ്യാം. ഇപ്പം ഇതാണ് ഒരു അവസ്ഥ വരുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി പഠിച്ച PG ചെയ്ത കോളേജിൽ നിന്ന് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. അപ്പം എല്ലാം ഇവിടെ തന്നെ കിടക്കണം. ഇനി ഇതിലേക്ക് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണം. അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. Okay, Google, play music. Okay, playing Spotify. Sure, I can help. കരൾ കുളിർ താരാരോ മഴ പോലെ പിരിയാതെ കാതിൽ നിലാവിന്റെ നീലഭസ്മക്കുഴിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടുകൊള്ളു. ഇതിലിപ്പോ ഒരു പ്രശ്നം എന്തെന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് B.Ed ആണ്. അന്നപ്പം പൊതുവെ B.Ed ഭയങ്കര മോഡസ്റ്റ് ആയിട്ട് ആണല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സാരിയാണ്. 2 യൂണിഫോംസ് ഉണ്ട്, അതും സാരിയാണ്. ബാക്കി എല്ലാ ദിവസവും സാരിയാണ്. അപ്പം അത് കിട്ടണ വരെ ഒരാഴ്ച നമുക്ക് യൂണിഫോം അല്ലാണ്ട് ഈ ചുരിദാർ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ചുരിദാറിന് ഷോൾ എന്തായാലും വേണം. ഞാൻ പൊതുവെ ചുരിദാറായിട്ട് ഇടുന്നത് ഭയങ്കര കുറവാണ്. കുർത്തിയും പാൻസും ഇടും, പക്ഷെ ഷോൾ ഉണ്ടാകുന്നത് ഭയങ്കര കുറവാണ്. അപ്പം ഷോളില്ല. അപ്പം ഞാൻ മാൻഡറ്ററി വേണ്ട ഒരു വൈറ്റും ഒരു ബ്ലാക്ക് ഷോളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. ഈ കുർത്തിക്ക് അതിട്ടാലും ശരിയാവും, ഇതിട്ടാൽ ശരിയാവും, ആ സാധനങ്ങളൊക്കെ. പക്ഷെ ഒരുവിധം എല്ലാത്തിനും കൂടെ ബ്ലാക്ക് പോകുമല്ലോ അല്ലേ? അങ്ങനെ നോക്കാം. എന്തെല്ലാം കൺഫ്യൂഷൻസ് ഒരു സംഭവം ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ആടെ പോയിട്ട് ഒന്ന് സെറ്റായി വരാനുള്ള ഒത്തിരി സമയം എടുക്കും. നാളെ ഞാൻ പോവാണ്. പറയാൻ വിളിച്ച സമയം 6 മണിയാകുമ്പോ പോവാന്നപ്പോ പറഞ്ഞേ. ഇതിപ്പോ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ ഇത്രയും ക്ലാരിറ്റി ഇല്ല. എന്നപ്പോ ഈ ട്രൈപോഡ് പുതിയതും കൂടി ആയതുകൊണ്ട് നേരെ അവൻ വെച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ താഴെ വീണ അവൻ എന്നെ കൊല്ലും. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ അറിയില്ല, ക്രിഞ്ചാവുണ്ടോ? പക്ഷെ എങ്ങനെയൊക്കെ തന്നെയാണോ, അത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെയാണല്ലോ ഇത്. നോക്കാം. ഇതിൻ്റെ ഇടയിലാണ് ജലദോഷവും പിടിച്ചു. അതൊരു വല്ലാത്ത മെനക്കേടായി. ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുമോ? ആരോടാ ചെയ്യുന്നത്? അയ്യോ, ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന സ്ഥലത്തേക്കാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് പാടില്ല, പക്ഷെ കേൾക്കുമ്പോൾ ഒരു റൈമൊക്കെ പോലെ ഡിണ്ടിഗൽ. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലടിക്കാതെ പണ്ടൊരു സംഭവം വൈറലായില്ലായിരുന്നു, അതുപോലെ. അയ്യോ അതപ്പം തമിഴ്നാട്ടിൽ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ദിസ് ഇസ് വിയർഡ് നിൽക്കുമ്പോൾ വെയിറ്റ്. സോ ഗൈസ്, എന്നപ്പം ഞാൻ തമിഴ്നാട്ടിൽ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് B.Ed ചെയ്യാൻ പോകുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതി കിട്ടിയ സംഭവമാണ്. അന്നപ്പോൾ എൻ്റെ കൂടെ PGക്ക് എൻ്റെ കൂടെ പഠിച്ച ശില്പയുണ്ട്. അവളിപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ അവിടേക്ക് പോയി. ഞാനും എൻ്റെ ഫാമിലി നാളെയാണ് അങ്ങോട്ട് പോവുക. ഞങ്ങളവിടെ ഒരു വീട് എടുത്തതാണ്. നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. സ്റ്റവ്, മിക്സിയൊക്കെ എൻ്റെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്, എന്നാലും വാങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. എല്ലാവരും പറഞ്ഞ ആദ്യത്തെ
രണ്ടാഴ്ചക്ക് നമുക്ക് ഈ ഒരു ഉത്സാഹം ഉണ്ടാവും ഫുഡ് കുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതൊക്കെ മാറുന്നു. എന്താവോ എന്തോ, എന്തൊക്കെ ആയാലും പോയിട്ട് മെലിയണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഇപ്പം നല്ലോണം തടിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ നല്ലോണം ജിമ്മിലൊക്കെ പോയിരുന്നു. അല്ല, നല്ലോണം എന്ന് പറയുമ്പോൾ ഒരു 2 വർഷം പോയിരുന്നു. എന്നപ്പോൾ അത്യാവശ്യം ഫിറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ലോണം തടിച്ചു പിന്നെയും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാകാം. എന്തായാലും പട്ടിണി കിടന്നാൽ എന്തായാലും മെലിയല്ലോ. അതൊക്കെയാണ് ഒരു പ്രതീക്ഷ. എല്ലാം നമ്മളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ നോക്കി കണ്ടാൽ വലിയ വിഷയം ഉണ്ടാവില്ല തോന്നുന്നു. നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഇത്രയും സാധനം കൊണ്ടുപോകുന്നതിലുള്ള പ്രശ്നം എന്തിനാന്ന് വെച്ചാല്, ഞാൻ ആ ഡയറക്റ്റ് ഞങ്ങൾ പോയിട്ട് വീഡിയോ എടുത്തതാണ് ഞങ്ങളിപ്പോൾ. അപ്പൊ ഡയറക്റ്റ് ഞാൻ പോയി കണ്ടിട്ടില്ല, വീഡിയോ കണ്ടതാ. കണ്ടിടത്തോളം മനസ്സിലായത് എന്താന്ന് വെച്ചാല് അവിടെ അലമാരകളൊന്നുമില്ല. അന്നപ്പം ഇതെല്ലാം എവിടെ വെക്കും എന്നാണ് ഒരു സംശയം. പോയി നോക്കിയാലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. നോക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. പിന്നെ സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്, പക്ഷെ അത് അതിനകത്ത് ഇല്ല. എന്തെങ്കിലും ആകെ 2-3 ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഓൺലൈനിൽ വാങ്ങാന്ന് വിചാരിക്കണം. ഇപ്പം ഇതോടുകൂടി എൻ്റെ റൂമിൽ നിന്ന് എടുക്കാനുള്ള ഓരോ സാധനങ്ങൾ, അതായത് ഡെയിലി വെയർ ഡ്രസ്സസ്, മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് കുർത്തീസാണ്. അതൊക്കെ എടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടാവുമല്ലോ. ഇത് ഈ കുർത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. കണ്ടോ, ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇത് പിന്നെ അങ്ങനെ 2 കുർത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ്ട്. അതല്ലാണ്ട് പിന്നെ മൈൻഡിൽ വേറെ വലിയ പണികളൊന്നും ഇല്ല. ഇനി നോക്കിയാലറിയാം. അപ്പോൾ ഈ ബാഗ് ഓൾമോസ്റ്റ് റെഡി. അപ്പൊ എനിക്ക് ഇത്രയും സാധനം കൊണ്ടുപോകാമല്ലോ, ഡ്രസ്സൊക്കെ. പിന്നെ സാരി ആണല്ലോ, ഞങ്ങൾ പോയിട്ട് ഒരു 8-9 സാരി വാങ്ങി. മതിയാണ് എന്നാലും ഇല്ലേ, മാറ്റി മാറ്റിയിടണ്ടേ, കോളേജൊക്കെ ഇല്ലേ. അതൊക്കെ സാരി വാങ്ങി. സാരിക്ക് താഴെ അമ്മയുടെ റൂമിലുണ്ട്. അപ്പം അത്ര അതെ, അമ്മേന്റെ പാദസരത്തിന് സൗണ്ട് കിട്ടും. ഷീസ് കമ്മിങ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് എന്തെന്ന് വെച്ചാൽ ബ്ലൗസസ്, ഈ സാരീൻ്റെ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിരുന്നു. അത് ഇപ്പം ഇന്നാണ് കിട്ടാൻ പോണേ, നാളെയാണ് പോണത്. അപ്പം അത് ചേച്ചി അടിച്ച് വെച്ചിട്ടുണ്ട്, അത് പോയി വാങ്ങാൻ പോവാണ്. അപ്പോൾ സമയം എത്രയും ഒന്ന് 7 മണി 7:30 സമയമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 7:30 അപ്പം പോയിട്ട് അത് വാങ്ങണം. എന്നാലും വാങ്ങിയിട്ട് വരാം. ഹലോ ഗൈസ്, അതപ്പോൾ ഞാനില്ലേ ഇപ്പം ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അവിടെ നിന്ന് ഒരു പരിപാടിയായിരുന്നു, വീട് കഴിച്ച ഏട്ടൻ്റെ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ബാക്കി പരിപാടികൾ അത്യാവശ്യം ആയി. ഇനി കുറച്ചും കൂടെ പണികളായിരുന്നു. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. എന്നിട്ട് നാളെ നമുക്ക് രാവിലെ പോവാം. യെസ്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തു വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ടില്ലേ, ഇതുവരെ നമ്മൾ എടുത്തു വെച്ചത് പറഞ്ഞാൽ ഡ്രസ്സുകളാണ്. ഇനിയിപ്പം എൻ്റെ മേക്കപ്പ്, പിന്നെ കുളിക്കുന്ന സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് എടുത്തു വെക്കാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടി എടുത്തു വെച്ച കുറച്ച് പാത്രമാണ്. ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകാം. കൊണ്ടിട്ട് നമുക്ക് ഇന്നേഴ്സൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാമല്ലോ, അങ്ങനെ വിചാരിക്കുന്നു. ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടില്ല. നാളെയൊക്കെ പോകുമ്പോൾ എന്തായാലും അധികം മേക്കപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പാത്രം എടുക്കണോ വേണ്ടേ? കൺഫ്യൂഷൻ ആയി. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഐഷാഡോ പാലറ്റ് ഒന്നും ആവശ്യം വരത്തില്ല ആക്ച്വലി അല്ലേ. ഇപ്പം എന്തായാലും ഫങ്ഷൻസ് വന്നാലോ. ഐഷാഡോ എന്നാലും ഇവിടെ ഐഷാഡോ കേടായി പോയിട്ടേക്കും, നമുക്ക് കൊണ്ടുപോകാം. ഐഷാഡോ, സൺസ്ക്രീൻ, പക്ഷേ വേണ്ട മസ്കാര, ഭയങ്കര ഐറ്റോ. ഈ സംഭവം കണ്ടോ, ഇതെന്താന്ന് വെച്ചാല് ഇത് വൈറ്റ് സോഫ്റ്റ് പാരാഫിൻ. ഇത് എനിക്ക് ലിപ്സിന് വേണ്ടിയിട്ട്, ലിപ്സ് ഡ്രൈ ആയപ്പം ഈ ഹെൽത്ത് സെന്റർ മോഡൽ സംഭവം അവിടെ നിന്ന് തന്നതാ. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പിറ്റേന്നാകുമ്പോഴേക്ക് എൻ്റെ ലിപ്സ് ഭയങ്കര ക്ലീൻ ആയി. ഇത് എത്രത്തോളം എല്ലാവർക്കും എഫക്റ്റീവ് ആണെന്ന് കാര്യമില്ല. പക്ഷെ ഇത് ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ സംഭവം ഉണ്ടല്ലോ, നമുക്ക് സാധനം കിട്ടില്ല, ആദ്യത്തെ 2 ദിവസം പിന്നെ ഉപയോഗിക്കില്ലല്ലോ ആ സംഭവം എടുത്ത്. ഇതില്ല, ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാ. ഇത് ബ്ലഷാ. ഇപ്പം അച്ചീവ്മെന്റ് എന്ന് പറയാന്ന് വെച്ചാൽ ഇതിന് പൈസ വരുന്നത് 200 രൂപയാണ്. ഞാൻ കുറേ ആയിട്ട് ഈ ഒറ്റയടിക്ക് 200 രൂപ അങ്ങനെ ചിലവാക്കാൻ തോന്നത്തില്ലല്ലോ. അപ്പം ഞാൻ കുറേ ആശിച്ച് വാങ്ങിയൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര സ്പെഷ്യലാണ്. യെസ്, അങ്ങനെ വാങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. കമ്മലുകളാണ് നമ്മൾ നോക്കട്ടെ. കാരണം സാരിയുടെ കൂടെ എന്തായാലും കമ്മലൊക്കെ മാറ്റിയിടുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവും. അത് ചെയ്യണം. ദിസ് ഈസ് മൈ കമ്മൽ കളക്ഷൻ ഗൈസ്. ഇത് മൊത്തം ഒരു പ്രായമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കമ്മൽ ഭ്രാന്ത് വന്നതാ. രസമില്ലേ? അപ്പം അങ്ങനെ കളക്ട് ചെയ്ത സംഭവങ്ങളായതൊക്കെ. ഇനി നമുക്ക് വേണ്ട കമ്മലുകളെല്ലാം ഇതിലിട്ടിട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഓക്കെ, അത് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും കമ്മൽ കൊണ്ടുപോകുന്നുണ്ട്. ഓവറാണോ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല.
പക്ഷേ സാരിയുടെ കൂടെ നമുക്ക് കുറേ എണ്ണം വേണ്ടേ, കൊണ്ടുപോയി നോക്കാം. എല്ലാം പുറത്തെടുക്കാൻ ഞാൻ മതിയില്ല, വേണ്ടത് മാത്രം എടുത്താൽ മതി. അപ്പം ഇത് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഇത് കേടായി പോകുമല്ലോ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കണമല്ലോ. പക്ഷേ പിന്നെ അവിടുത്തെ രീതികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വലിയ കമ്മൽ പറ്റുമോ, ചെറിയ കമ്മലാണോ, ഭയങ്കര മോഡസ്റ്റ് ആയിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. അതൊക്കെ അവിടെ പോയാൽ തന്നെ അറിയും. അപ്പം എന്തായാലും എടുത്ത് കൊണ്ടുപോകാം. ഇനിയൊരു തവണ വരുമ്പോൾ കൊണ്ടുപോകാൻ ചിലപ്പോൾ കഴിയില്ല. ഇതിപ്പോൾ കാറിലാകുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി എൻ്റെ കുളിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനെടുത്ത് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കേളി ആയതുകൊണ്ട് എൻ്റെ കേളി ഹെയറിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇനി ട്രൈപോഡ്. ഞാൻ ആദ്യം വാങ്ങിയ എൻ്റെ ട്രൈപോഡാണ്. ആദ്യം വാങ്ങിയതല്ല, രണ്ടാമത് വാങ്ങിയ എൻ്റെ ട്രൈപോഡ്. സെൽഫി സ്റ്റിക്കും കൂടിയാണ്. പക്ഷെ ഇതിനൊരു ഹോൾഡ് കുറവാണ്. ഇതിന് മൊത്തമായിട്ട് പൊന്തിച്ച് വെച്ചാൽ വീണു. ഇതൊരു കറണ്ട് വന്നിട്ടില്ല. അത് ചെയ്യണം. ഞാൻ ഓൾറെഡി ഹോസ്റ്റലിലൊക്കെ ഇപ്പം 2 വർഷം PG ചെയ്യാൻ വേണ്ടി നിന്ന ഒരാളാണ്. പക്ഷെ ഇന്നാലില്ലേ, അത് നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു, കേരളത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഇതിപ്പോൾ പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു എന്താവും അവിടെ പോയിട്ട്. അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് കൊണ്ടും കൂടെ ഒരു ടെൻഷൻ ഉണ്ട്. വെള്ളമൊക്കെ എന്താവും, വിഷയം സീനാവും, കുളിക്കുന്ന. പിന്നെ മുടി നല്ലോണം ചുരുണ്ട് നിൽക്കണമെങ്കിൽ നല്ലോണം വെള്ളം വേണം. അതൊക്കെ ഒരു വിഷയമാണ്. പിന്നെ എൻ്റെ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. അങ്കമാലിയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടിൽ എത്തണം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഒരു 5-6 മണിക്കൂറോടെ എത്തി. ഇതൊരു 7 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവിടുന്ന് ഡയറക്റ്റ് ട്രെയിനില്ല, അല്ലെങ്കിൽ ബസ്സും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി സമയത്ത് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ എത്താം. വന്നപ്പം അതൊരു വിഷമമല്ല, പക്ഷെ ഒരു സാധനം ഒരു പെട്ടെന്നായിപ്പോയി. ഞാൻ അങ്കമാലിയിൽ നിന്ന് അവിടെ നിന്ന് വന്നു. ഇവിടെ വീട്ടിൽ പരിപാടി, ഇതിൽ നിന്ന് ഞാൻ പോകുന്നു, അല്ല നാളെ രാവിലെ ഞാൻ പോകും. അപ്പം എല്ലാം പെട്ടെന്നാണ്. യെസ്, എല്ലാം ശരിയാണ്. നാളെ പോയി ഒന്ന് സെറ്റാകാനുള്ള സമയം വേണം. എല്ലാം സെറ്റാണ് ഗൈസ്. ഇനി സ്ഥലം ഉണ്ടാക്കണം, അതാണ് മെയിൻ ചടങ്ങ്. അപ്പോൾ എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. വേറെ ഒന്നും മറന്നില്ല എന്നാണ് വിചാരിക്കണേ. ഇനി അത്രയേ ഉള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് എല്ലാം സെറ്റായിട്ട് വീഡിയോ ഇടാം. ബൈ, ദിസ് ഈസ് അബി സൈനിങ് ഓഫ്. ടാറ്റാ.